ആനകൾ ചെരിയുന്ന സംഭവങ്ങൾ നമുക്ക് പരിചിതമായ കാര്യമാണ്. അവ കാണുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകാറുമുണ്ട്. ഇപ്പോഴിതാ വീണ്ടും കുട്ടിയാന ചെരിഞ്ഞിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞ് മരിച്ചുവെന്ന് ആ അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനായില്ല. പലതവണ തട്ടിയും ഉരുട്ടിയുമെല്ലാം ആ അമ്മ നോക്കി. പക്ഷേ ആ കുഞ്ഞ് ഉണർന്നില്ല. ഒടുവിൽ തുമ്പിക്കൈ കൊണ്ട് കുട്ടിയാനയുടെ ജഡവുമെടുത്ത് അമ്മ കാട്ടിലേക്ക് നടന്നു. ചേതനയേറ്റ തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടിയുണർത്താൻ ശ്രമിക്കുന്ന പിടിയാനയുടെ വീഡിയോ വളരെ വേഗത്തിലാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ദൃശ്യമാകുന്ന ഈ വീഡിയോ ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസർ പർവീൺ കസൂനാണ് തൻ്റെ എക്സിലൂടെ പങ്കുവച്ചത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ADFO ആയ ജയന്ത മോഡലാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത അമ്മയാനെ ഈ വീഡിയോയിൽ കാണാം. ചത്ത ആനക്കുട്ടി തിരിച്ചും മറിച്ചും കിടത്തി ഉണർത്താൻ ശ്രമിക്കുകയാണ് അമ്മയാന. മാത്രമല്ല, ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് ദിവസങ്ങളോളം ചത്ത ആനക്കുട്ടിയെ ഉപേക്ഷിക്കാൻ മടിച്ച് അമ്മയാന ജഡത്തിനരികെ കാവൽ കിടന്നതായിട്ടാണ്. അമ്മയാനയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കം പറഞ്ഞാൽ ഇവരും നമ്മളെപ്പോലെയാണ്, മനുഷ്യത്വമുള്ളവരാണ് എന്നിങ്ങനെയുള്ള കുറിപ്പും അദ്ദേഹം എക്സിൽ പങ്കുവച്ചു. ഇത് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. തൻ്റെ ജോലിയുടെ ഭാഗമായി ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കാട്ടാനയും കുട്ടിയും ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയുണ്ടായി. തെക്കര മെഴുകുംപാറ മിച്ചഭൂമി ഗ്രാമത്തിലെ വെള്ളക്കെട്ടിലെ പാറയിടുക്കിൽ കാൽ കുടുങ്ങിയ നിലയിലാണ് അമ്മയാനയെ കണ്ടത്. കുട്ടിയാന അമ്മയാനയുടെ കാലുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലുമായിരുന്നു. ഈ കാട്ടാന ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ ആന പാറക്കെട്ടിൽ കുടുങ്ങിയ ശേഷം പ്രസവിച്ചതാണോ എന്ന സംശയവും നാട്ടുകാർ പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാഴ്ചകൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണ്. മൃഗങ്ങളാണെങ്കിൽ പോലും അവരുടെ നിസ്സഹായാവസ്ഥയും അവരുടെ പരസ്പര സ്നേഹവും രക്ഷപ്പെടുത്താനുള്ള അവരുടെ മനസ്സും എല്ലാ മനുഷ്യരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും മൃഗങ്ങളുടെ പരസ്പര സ്നേഹം നമ്മൾ മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പാഠമാണ്.